السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا മുഹമ്മദ്. ചില സമയങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഇശാ മഗ്രിബിൻ്റെ ഇടയിലുള്ള സമയം. അധിക ആളുകളും അതിൻ്റെ മഹത്വം മനസ്സിലാക്കാത്തത് കൊണ്ടോ മറ്റോ ആ വിലപ്പെട്ട സമയം ഉപയോഗപ്പെടുത്താൻ തയ്യാറാവാതെ ഭൗതികമായ മറ്റ് വിഷയങ്ങൾക്ക് വേണ്ടി കളി തമാശകൾക്കൊക്കെ വേണ്ടി മാറ്റിവെക്കുന്ന ഒരു രീതി അതൊരിക്കലും അയാളുടെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങളായിരിക്കും സമ്മാനിക്കുക എന്നുള്ള കാര്യം പ്രത്യേകം നാം ഓർക്കണം. കാരണം ഇശാ മഗ്രിബിൻ്റെ ഇടയിലുള്ള സമയത്തെ സംബന്ധിച്ച് മഹാന്മാരാകുന്ന പണ്ഡിത മഹത്തുക്കളൊക്കെ എല്ലാ ഫുഖഹാക്കളും മറ്റുള്ള പണ്ഡിതന്മാരൊക്കെ വളരെ വ്യക്തമായും പഠിപ്പിക്കുന്നതായി കാണാം. ആ സമയത്ത് ഇബാദത്തുമായി കഴിഞ്ഞുകൂടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ശക്തമായ സുന്നത്തായിട്ടാണ് മഹാന്മാർ അത് രേഖപ്പെടുത്തിയത്. അവ്വാബി നിസ്കാരം അല്ലെങ്കിൽ സലാത്തുൽ ഗഫ്ല എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന നിസ്കാരം 20 റക്അത്ത് വരെ അത് നിർവഹിക്കാം. ഏറ്റവും ചുരുങ്ങിയത് 2 റക്അത്ത് 6 റക്അത്ത് ഇങ്ങനെയൊക്കെ നിർവഹിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിസ്കാരമായിട്ടാണ് അത് നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പ്രത്യേകം ദിവസവും പാരായണം ചെയ്യൽ സുന്നത്തുള്ള സൂറത്ത് യാസീൻ, സൂറത്തു സജദ, അതുപോലെ തന്നെ സൂറത്തുൽ ഫത്ഹ്, ദുഖാൻ, സൂറത്തുർ റഹ്മാൻ, വാഖിഅ, തബാറക തുടങ്ങി ധാരാളം സൂറത്തുകളും പ്രത്യേകം ആയത്തുകളും ദിക്റുകളും ഔറാദുകളൊക്കെ ചൊല്ലിക്കൊണ്ടായിരിക്കണം ഈ സമയത്ത് നാം ഉപയോഗപ്പെടുത്തേണ്ടത്. ഇങ്ങനെ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഇശാ നിസ്കാരം വരെ ഇബാദത്തിലായി കഴിഞ്ഞുകൂടുന്ന ആളുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലാഹു തആല അവൻ്റെ മലക്കുകളോട് വലിയ ഫഖർ പറയുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം. അവർ ചൂണ്ടിക്കൊണ്ട് വല്ലാത്ത സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ മഹത്വം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ ഇമാം ഇബ്നു മാജ റളിയല്ലാഹു തആല അൻഹു അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. മഹാനവർകൾ പറയാ, സ്വല്ലൈനാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മഗ്രിബ, ഞങ്ങൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ജമാഅത്തായി മഗ്രിബ് നിസ്കാരം നിർവഹിച്ചു. അങ്ങനെ ഫറജഅ മൻ റജഅ, ചില ആളുകളൊക്കെ നിസ്കാരം കഴിഞ്ഞ് അവർ മടങ്ങിപ്പോയി, വീട്ടിലേക്കോ മറ്റൊക്കെ പോയി. വഅഖബ മൻ നഖബ, ചില ആളുകൾ അവിടെ തന്നെ ഇരുന്നു കൊണ്ട് ഖുർആൻ ഓതിയിട്ടും നേരത്തെ പറഞ്ഞതുപോലെ സ്വലാത്തുൽ അവ്വാബിൻ അടക്കം നിസ്കാരങ്ങൾ നിർവഹിച്ചുകൊണ്ടും പ്രാർത്ഥനകളിലൊക്കെ ആയിട്ട് ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് പോകാം എന്ന നിലക്ക് അവർ അവിടെ തന്നെ ഇരിക്കുന്നു. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ ഫജാഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്രിഅൻ ഖദ് ഹഫസഹു നഫസു, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓടിക്കതച്ച് വരുന്നുണ്ട്. വഖദ് ഹസറ അൻ റുഖബതൈഹി, റസൂലുള്ളാഹി തങ്ങൾ എന്നൊക്കെ തുണിയൊക്കെ പൊക്കി പിടിച്ചിട്ട് മുട്ട് കാണുന്നതെന്ന് വെച്ചാൽ അത്രത്തോളം പെട്ടെന്ന് സ്പീഡിൽ റസൂലുള്ളാഹി തങ്ങൾ ഓടി വരിക. ഫഖാല അബ്ശിറൂ, അവിടെ നിന്ന് ഓടി വന്നുകൊണ്ട് വല്ലാത്തൊരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഹാദാ റബ്ബുക്കും ഖദ് ഫതഹ ബാബൻ മിൻ അബ്വാബിസ് സമാ, ആകാശ ലോകത്തിൻ്റെ കവാടങ്ങളിതാ നിങ്ങളുടെ രക്ഷിതാവ് തുറക്കുകയും യുബാഹി ബിക്കും അൽ മലായിക, നിങ്ങളെ കൊണ്ട് അല്ലാഹു അവൻ്റെ മലക്കുകളോട് വലിയ സന്തോഷം പവർ പറയുകയാണ്. യഖൂലു, അല്ലാഹു പറയാ, ഉൻദുറൂ ഇലാ ഇബാദി, എൻ്റെ ഈ അടിമകളെ കൊള്ള നിങ്ങൾ നോക്കൂ, ഖദ് ഖളൂ ഫരീലത്തൻ, അവർ മഗ്രിബ് നിസ്കാരം നിർവഹിച്ചു. വഹും യൻതളിറൂന ഉഖ്റ, അവർ ഇശാ നിസ്കാരത്ത് കാത്ത് പള്ളിയിൽ തന്നെ അല്ലെങ്കിൽ നിസ്കരിച്ച ആ മുസല്ലയിൽ തന്നെ അവർ ഇരിക്കുകയാണ്. അടുത്ത ഇശാ നിസ്കാരം കൂടെ നിർവഹിച്ചിട്ട് വേണം എൻ്റെ മുസല്ലയിൽ നിന്ന് എനിക്ക് എഴുന്നേൽക്കാൻ എന്ന് പറഞ്ഞ് അവർ നിസ്കാരം നിർവഹിച്ചുകൊണ്ട് സുന്നത്താ നിസ്കാരം നിർവഹിച്ചുകൊണ്ട് ഖുർആൻ ഓതി ദിക്റുകൾ ചൊല്ലി പ്രാർത്ഥനകളിലായി ആ വിലപ്പെട്ട സമയം അവർ ഉപയോഗിക്കുമ്പോൾ അവരെ കൊള്ള ചൂണ്ടിയിട്ടാണ് അല്ലാഹു തആല ഈ മഹത്വം പറയുന്നതെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുമ്പോൾ നാം ഏറ്റവും പ്രധാനമായും ചിന്തിക്കേണ്ടുന്നൊരു വിഷയമാണ്. ഒരിക്കലും നമ്മുടെ വിലപ്പെട്ട ഈ സമയങ്ങൾ ദുആക്ക് ഉത്തരം കിട്ടുന്ന ഏറ്റവും കൂടുതൽ ഇബാദത്തിലായി നാം കഴിഞ്ഞുകൂടേണ്ടുന്ന ഇത്തരം സമയങ്ങൾ ഒരിക്കലും അനാവശ്യമായ കാര്യങ്ങളിലായി ഉപയോഗപ്പെടുത്തിയാൽ വലിയ നഷ്ടമായിരിക്കും നമുക്കുണ്ടായി തീരുക. അതുകൊണ്ട് തന്നെ വിശുദ്ധ റമളാൻ ഷരീഫായി കഴിഞ്ഞാൽ പോലും ഭക്ഷണം കഴിച്ച് ക്ഷീണം മാറ്റാൻ വേണ്ടി അതല്ലെങ്കിൽ മറ്റൊക്കെ ആയിട്ട് കിടന്നുറങ്ങിയിട്ടും മറ്റുമൊക്കെ ആയിട്ട് ഒരിക്കലും നമ്മൾ സമയം നഷ്ടപ്പെടുത്താതെ ഈ പ്രധാനപ്പെട്ട സമയം പ്രത്യേകമായി നമ്മുടെ ആഖിറ വിജയത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.